നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കാട്ടി പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന ആരോപണമാണ് പോലീസ് ഉന്നയിക്കുന്നത്. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് LDF ആരോപണം. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു UDF പോലീസുകാർക്കെതിരെ എറിഞ്ഞു എന്ന് കാട്ടി കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പേരാമ്പ്ര പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഫയൽ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ സംഭവം സ്ഥിരീകരിക്കുന്ന സൂചനകളോടെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. ജീവന് അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത് എന്ന ആരോപണമാണ് പോലീസ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, പോലീസുകാർക്കിടയിൽ ഉഗ്ര ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചെന്നും FIRൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 10 ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്ന് വൈകിട്ട് 5:45 മുതൽ 8:30 വരെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. എന്നാൽ പോലീസിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം കെട്ടിച്ചമച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പോലീസിന്റേത് സ്വയം രക്ഷിക്കാനുള്ള ശ്രമമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്ഫോടക വസ്തു കോൺഗ്രസ് പോലീസിന് നേരെ എറിഞ്ഞു എന്ന് പോലീസും LDFും ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് ഈ കാര്യം ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ആ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ്, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണമെന്നാണ്. അതേസമയം പേരാമ്പ്രയിൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തിപ്രയോഗം നടത്തിയതെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് റൂറൽ SP ഞായറാഴ്ച പറഞ്ഞത്. ഇതിനിടെയാണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി കാട്ടി പേരാമ്പ്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, റൂറൽ SP നേരത്തെ തന്നെ പറഞ്ഞു. റൂറൽ SP KE ബൈജു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമായിരുന്നു. സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് സംശയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും SP വ്യക്തമാക്കി. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലായിരുന്നു റൂറൽ SP ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത്. സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായതെന്നും ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുമാണ് SP ബൈജുവിന്റെ ഔദ്യോഗിക വാദം. പക്ഷേ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്ന SPയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാണ്. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ലാത്തി ഉപയോഗിച്ച് MP അടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നത് സംഭവത്തിൽ പോലീസിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. മാത്രമല്ല, ഈ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം ഏറെ നിർണായകമായി മാറുകയാണ്. മാത്രമല്ല, MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം നടത്തി. ശനിയാഴ്ച നടത്തിയ പ്രക്ഷോഭത്തിൽ വലിയ രീതിയിലുള്ള വീണ്ടും ഒരു പ്രതിഷേധം അവിടെ ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ 692 UDF പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. ലാത്തി ചാർജ് കണ്ടു കാണും, കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന റൂറൽ SPയുടെ വാദവും കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതായത് മനഃപൂർവ്വം ഇത്തരത്തിൽ ഒരു സീൻ ഉണ്ടാക്കിയതാണോ, MPയെ ആക്രമിച്ചത്, കരുതിക്കൂട്ടി ആക്രമിച്ചതാണോ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് റൂറൽ SP പറഞ്ഞു വച്ചിരിക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും MPയുടെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യമുണ്ടെന്നും അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതെന്നും കോഴിക്കോട് റൂറൽ SP KE ബൈജു വ്യക്തമാക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചതെന്നത് വരും മണിക്കൂറുകൾ കണ്ടറിയാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് നടപടിയിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2 DYSPമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുമാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. 3 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് കോഴിക്കോട്ടെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത്. വീണ്ടും അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് ബുധനാഴ്ച ആശുപത്രിയിലെത്തും. തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നാളെ അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുക.
മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ശസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞാണ് വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയത്. ഗൂഢാലോചന നടത്തി മനഃപൂർവ്വമാണ് ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എംപിയെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. റൂറൽ എസ് പി കഴിഞ്ഞ ദിവസം ഏത് യോഗത്തിലാണ് പോയത്? പരിപാടിയുടെ സംഘാടകർ ആരായിരുന്നു? സ്വാഗത പ്രാസംഗികൻ ആരായിരുന്നു? ഏത് യോഗത്തിലേക്കാണ് CPM പോലീസുകാരെ അയക്കുന്നത്? സേവദർശന്റെ പരിപാടിയിലേക്കാണോ? RSSന്റെ പരിപാടിയിലാണോ SP സംസാരിക്കുന്നത്? ആരാണ് ഇവരെ വിട്ടത്? എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോകുകയാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതൊന്നും നോക്കി നിൽക്കില്ലെന്നും സതീശൻ പറഞ്ഞു. 1000-ഓളം പേരുണ്ടായിരുന്ന UDF പ്രകടനത്തെ പോലീസ് തടുത്തു നിർത്തുകയായിരുന്നു. 50 പേർ മാത്രമുണ്ടായിരുന്ന CPM-കാരായിരുന്നു പോലീസ് മാറ്റേണ്ടിയിരുന്നത്. UDF-കാരെ തടുത്തു നിർത്തിയിട്ടാണ് SP പറഞ്ഞതുപോലെ ലാത്തി ചാർജിന് ഉത്തരവില്ലാതെ പോലീസുകാർ തലയ്ക്ക് മുഖത്തും അടിച്ചത്. DYSP ആണോ ഗ്രനേഡ് എറിയുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. ആൾക്കൂട്ടത്തിന് നേരെയല്ല ഗ്രനേഡ് എറിയേണ്ടത്. അതിനൊക്കെ നടപടിക്രമമുണ്ട്. ആളില്ലാത്ത സ്ഥലത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് അതിന്റെ പുക കൊണ്ടിട്ടാണ് ആളുകൾ പിരിഞ്ഞു പോകുന്നത്. ഒരു പ്രവർത്തകന്റെ മുഖത്തേക്കാണ് ഗ്രനേഡ് എറിഞ്ഞത്. ആ പ്രവർത്തകന്റെ മുഖമാണ് തകർന്നത്. ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് ഗ്രനേഡ് എറിഞ്ഞത്. സീനിയർ ഉദ്യോഗസ്ഥൻ ഗ്രനേഡ് എറിയുന്നത് ആദ്യമായാണ് കാണുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണ്. അതൊക്കെ കൈകാര്യം ചെയ്യും. ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണം. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം ഈ പേരാമ്പ്ര ടൗണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലും പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്ക് അടിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും ഈ അടിയിലാണ് ഷാഫി പറമ്പിലിന് മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂക്കിന് 2 എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തത്. നേരത്തെ CPM നേതാക്കളും റൂറൽ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് ഷോ ആണെന്നും പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും വാദിച്ചിരുന്നു. എന്നാൽ ലാത്തി ചാർജിലാണ് പരിക്കേറ്റതെന്ന കോൺഗ്രസ് വാദത്തിന് ഈ ദൃശ്യങ്ങൾ തെളിവായി മാറുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസിനെ അപായപ്പെടുത്തുക, ജീവൻ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ UDF ഇത്തരത്തിൽ ബോംബ് എറിഞ്ഞാൽ സ്ഫോടന വസ്തു എറിഞ്ഞു എന്നാണ് പോലീസ് വാദിക്കുന്നത്. അത് ദൃശ്യങ്ങൾ അതിന് തെളിവായിട്ടുണ്ട് എന്നും പോലീസ് വാദിക്കുന്നു. പക്ഷെ ആ ദൃശ്യം കെട്ടിച്ചമച്ചതാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സത്യം എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ട് വരും മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.